ഹലോ ഓൾ, നമ്മൾ 8051 മൈക്രോ കൺട്രോളറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓൾറെഡി നമ്മൾ 8051 മൈക്രോ കൺട്രോളറിൻ്റെ ബേസിക് ആർക്കിടെക്ചറും ബേസിക് പിൻ ഔട്ടും കഴിഞ്ഞ 2 വീഡിയോ ലെക്ചേഴ്സായിട്ട് പഠിച്ചു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് 8051 രജിസ്റ്റേഴ്സ്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് ബേസിക്കലി ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ, അല്ലേ? ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ബേസിക്കലി എന്ത് യൂസ് ചെയ്യുന്നത്? രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, രജിസ്റ്ററിൻ്റെ ഡെഫിനീഷൻ വൈസ് ആയിട്ട് നോക്കാം. സോ ഇൻ CPU, registers are used to store information temporarily. That information could be a byte of data to be processed or an address pointing to the data to be fetched. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യാനാണ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ആ ഇൻഫർമേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രജിസ്റ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്താവാം, ഒരു ഗ്രൂപ്പ് ഓഫ് ബൈറ്റ് ആവാം, ബൈറ്റ് ഓഫ് ഡാറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, അഡ്രസ്സ് ആയിരിക്കാം. ഇത് രണ്ടും ഒരു തരം ഇൻഫർമേഷനാണ്. ഇത് രണ്ടും നമുക്ക് രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുമെന്നാണ് പറയുന്നത്. ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് 8051 രജിസ്റ്റേഴ്സ് ആർ 8-bit രജിസ്റ്റർ വിച്ച് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു 8-bit മൈക്രോ കൺട്രോളറാണ് 8051 എന്ന് പറയുന്നത്. സോ ഒരു 8-bit രജിസ്റ്റേഴ്സ്, അതിൻ്റെ ഡാറ്റ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഇവിടെ കാണാം D0, D1, D2, D3, D4, D5, D6, D7. അപ്പോൾ ഇതിൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ ഉള്ള D7 എന്ന് നമ്മൾ പറയുന്നത് MSP എന്നാണ്. അതുപോലെ D0 നമ്മൾ പറയുന്നത് എന്താണ്? LSP. എന്താണ് MSP, LSP? നമുക്ക് നോക്കാം, അല്ലേ? MSP എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനെയാണ് നമ്മൾ MSP എന്ന് പറയാം. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനെയാണ് നമ്മൾ B0 എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജനറൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എണ്ണൽ സംഖ്യ 7893 എന്ന് പറയുകയാണെങ്കിൽ, ഈ 7 ഇവിടുത്തെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അല്ലേ? 3 ഇവിടുത്തെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. നമുക്ക് ഓൾറെഡി അറിയാം, അല്ലേ? അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു 8-bit ഡാറ്റയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ D7 എന്നുള്ളത് MSP ആയിരിക്കും, D0 എന്നുള്ളത് എന്തായിരിക്കും? LSP ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ ഇങ്ങനെയാണ് അതിൻ്റെ ഡാറ്റ അറേഞ്ച്മെൻ്റ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് 8051 രജിസ്റ്റേഴ്സിൻ്റെ കാറ്റഗറി നോക്കാം. നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് 8-bit രജിസ്റ്റേഴ്സും ഒന്ന് 16-bit രജിസ്റ്റേഴ്സും. അപ്പോൾ 8-bit രജിസ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണിത്. A ആണ് ഫസ്റ്റ് രജിസ്റ്റർ, B എന്നുള്ളത് സെക്കൻഡ് രജിസ്റ്റർ, R0 തൊട്ട് R7 വരെയുള്ള 8 രജിസ്റ്റേഴ്സാണ് അടുത്ത സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ്. ഇങ്ങനെ നമുക്ക് മൊത്തം 10 ഡിഫറെൻറ്റ് 8-bit രജിസ്റ്റേഴ്സ് പോസിബിളാണ്. അപ്പോൾ 8-bit രജിസ്റ്റേഴ്സിൻ്റെ ഓൾറെഡി നമ്മളിതിൻ്റെ ബിറ്റ് പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞ സ്ലൈഡിൽ. ഇതുപോലെയായിരുന്നു ഇതിൻ്റെ ബിറ്റ് പാറ്റേൺ വരുന്നത്, അല്ലേ? ഈ 8 രജിസ്റ്റേഴ്സ്, 10 രജിസ്റ്റേഴ്സിനും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ 16-bit രജിസ്റ്ററാണ് നോക്കുന്നതെങ്കിൽ 2 16-bit രജിസ്റ്റേഴ്സ് പോസിബിളാണ്. അതിലൊന്നിനെ DPTR എന്നും ഒന്നിനെ PC എന്നും പറയാം. DPTR എന്ന് പറഞ്ഞാൽ ഡാറ്റ പോയിൻ്റർ, PC എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ. ഇത് രണ്ടും 16-bit രജിസ്റ്റേഴ്സാണ്. പക്ഷേ നിങ്ങൾ നോക്ക്, ഈ ഒരു DPTRൻ്റെ സ്പെഷ്യാലിറ്റി, നമ്മളിതിനെ 2 സബ് പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലേ? ഒന്ന് DPHും ഒന്ന് DPLും. അപ്പോൾ എന്താണ്, ഈ ഒരു 16-bit രജിസ്റ്റേഴ്സിന് നമുക്ക് വേണമെങ്കിൽ 2 8-bit രജിസ്റ്റേഴ്സായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ഹയർ ബൈറ്റിനെ DPH എന്നും ലോവർ ബൈറ്റിനെ DPL എന്നും പറയും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വളരെ ക്ലിയർ ആണ് എന്താണ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. 8-bit രജിസ്റ്റേഴ്സിനും 16-bit രജിസ്റ്റേഴ്സിനും എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള രജിസ്റ്റർ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ അല്ലെങ്കിൽ A രജിസ്റ്റർ. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞ A രജിസ്റ്ററാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്, അല്ലേ? നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞില്ലേ A രജിസ്റ്റർ A. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താണ്? അക്യുമുലേറ്റർ. ഇറ്റ് ഹോൾഡ് എ സോഴ്സ് ഓപ്പറൻ ആൻഡ് റിസീവ് ദ റിസൾട്ട് ഓഫ് ദി അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പോൾ ഒരു അക്യുമുലേറ്റർ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ്, ഏത് അരിതമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിലും നമുക്ക് ഏത് രജിസ്റ്റർ വേണം? അക്യുമുലേറ്റർ വേണം. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ 2 നമ്പറിനെ ആഡ് ചെയ്യാണ്. അപ്പോൾ ആഡ് ചെയ്യാൻ എപ്പോഴും നമുക്ക് വേണ്ട ഒരു രജിസ്റ്റർ എപ്പോഴും അക്യുമുലേറ്റർ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യാണ്, 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ആണ്, ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പർ ഡിവൈഡ് ചെയ്യാണ്. ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിലും അതിൽ അക്യുമുലേറ്റർ വഴി മാത്രമേ ഈ ഒരു ഓപ്പറേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അക്യുമുലേറ്റർ എന്ന് പറയുന്നത് എല്ലാ രജിസ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മേജറായിട്ടുള്ള രജിസ്റ്റർ അക്യുമുലേറ്ററാണ്. ഓക്കെ, അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ
മെയിൻ ഫംഗ്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞു അരിതമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. വേറെയും ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. സെവറൽ ഫംഗ്ഷൻസ് അപ്ലൈ എക്സ്ക്ലൂസീവ്ലി ടു ദി അക്യുമുലേറ്റർ, റൊട്ടേറ്റ്, പാരിറ്റി കമ്പ്യൂട്ടേഷൻ, ടെസ്റ്റിംഗ് ഫോർ സീറോ ആൻഡ് സോ ഓൺ. ഇതിന് പുറമേയുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അക്യുമുലേറ്ററിൻ്റെ? ഒന്ന് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ നമുക്കൊരു ഡാറ്റ ഉണ്ട്, ആ ഡാറ്റ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1100 എന്നുള്ള ഡാറ്റ ഉണ്ട്. ഇതിനെനിക്ക് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 1 എന്നുള്ളത് ഇങ്ങോട്ടെത്തും, ഈ 1 എന്നുള്ളത് ഇങ്ങോട്ടെത്തും, 0 എന്നുള്ളത് ഇങ്ങോട്ടെത്തും, ഈ 0 എന്നുള്ളത് ഇങ്ങോട്ടെത്തും. ഇതിന് നമുക്ക് റൈറ്റ് റൊട്ടേറ്റ് എന്ന് പറയാം. ഇതുപോലെ ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യാൻ നമുക്ക് അക്യുമുലേറ്റർ വേണം. അതുപോലെ പാരിറ്റി കമ്പ്യൂട്ടേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ലോജിക് സിസ്റ്റം ഡിസൈനിൽ പഠിച്ചിട്ടുണ്ട് പാരിറ്റി. രണ്ട് രീതിയിലുള്ള പാരിറ്റി പോസിബിളാണ്, ഈവൻ പാരിറ്റിയും ഓഡ് പാരിറ്റിയും. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്ത ഡാറ്റ ഈവൻ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനും നമുക്ക് അക്യുമുലേറ്റർ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് 0 ആണോ നോൺ 0 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അക്യുമുലേറ്റർ. അപ്പോൾ അക്യുമുലേറ്ററിൻ്റെ ഫംഗ്ഷൻസ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി രണ്ടാമത്തെ രജിസ്റ്റർ ബി രജിസ്റ്ററാണ്. ഓക്കെ, ഇൻ അഡീഷൻ ടു ദി അക്യുമുലേറ്റർ an 8-bit B register is available as general purpose register. It is used for hardware multiply or divide operation. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പർപ്പസിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അക്യുമുലേറ്റർ യൂസ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ട രജിസ്റ്റർ ഏതാണ്? ബി രജിസ്റ്ററാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് നമ്മൾ മൾ എ ബി എന്നുള്ളൊരു കീവേഡാണ്, ഒരു ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുക, മൾ എ ബി. അതുപോലെ നമ്മൾ ഒരു 1 എ ഡിവൈഡർ ബൈ ബി, ഒരു നമ്പറിൽ നിന്ന് ഒരു നമ്പർ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിവ് എ ബി എന്നുള്ളൊരു കീവേഡാണ് യൂസ് ചെയ്യുക. ഡിവ് എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഡിവൈഡ് ചെയ്തിട്ട് എയും ബിയും ഡിവൈഡ് ചെയ്തിട്ട് റിസൾട്ട് എയിൽ സ്റ്റോർ ചെയ്യും, ക്വോഷ്യൻ്റ് ബിയിൽ സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഇതുപോലെ മൾ എ ബി എന്ന് പറഞ്ഞാലോ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എയിലുണ്ടാവും, റിസൾട്ട് ഒരു ലാർജർ റിസൾട്ട് ആണെങ്കിൽ അഡീഷണൽ വരുന്ന ക്യാരി ഇവിടെ ഉണ്ടാവും ബി. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വയ്ക്കുക, നമ്മളെപ്പോഴും ഒരു 8051 മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനും ഡിവിഷൻ ഓപ്പറേഷനും പെർഫോം ചെയ്യാൻ നമുക്ക് ഏത് രജിസ്റ്ററിൻ്റെ ഹെൽപ്പ് വേണം? ബി രജിസ്റ്റർ വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് R എന്നുള്ള രജിസ്റ്ററാണ്. നിങ്ങൾക്ക് ഓൾറെഡി കാണാം എത്ര R രജിസ്റ്റേഴ്സ് പോസിബിളാണ്. R0 തൊട്ട് R7 വരെയുള്ള 8 രജിസ്റ്റേഴ്സ് പോസിബിളാണ്. ഓക്കെ, സോ ദ R രജിസ്റ്റേഴ്സ് ആർ സെറ്റ് ഓഫ് 8 രജിസ്റ്റേഴ്സ്, നെയിംലി R0, R1, R2, R3, R4, R5, R6 and R7. These registers function auxiliary or temporary storage register in many operations. അപ്പോൾ ഏതൊക്കെയാണ്? R രജിസ്റ്റർ ഡാറ്റാസിനെ, അപ്പോൾ ഈ അക്യുമുലേറ്റർ പറഞ്ഞു, ബി രജിസ്റ്റർ പറഞ്ഞു. ഇനി നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് R0 തൊട്ട് R7 ഉള്ള എല്ലാ രജിസ്റ്റേഴ്സിലും എന്ത് സ്റ്റോർ ചെയ്യാം? ഡാറ്റ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതാണ് 3 8-bit രജിസ്റ്റേഴ്സ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് 16-bit രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. അപ്പോൾ 16-bit രജിസ്റ്റർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 16-bit രജിസ്റ്റർ എന്ന് പറയുന്നത് DPTR ആണ്, അല്ലെങ്കിൽ ഡാറ്റ പോയിൻ്റർ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡാറ്റ പോയിൻ്റർ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. സോ ദ ഡാറ്റ പോയിൻ്റർ കൺസിസ്റ്റ് ഓഫ് ഹൈ ബൈറ്റ് ആൻഡ് ലോ ബൈറ്റ്. ഹൈ ബൈറ്റിനെ നമ്മൾ DPH എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, ലോ ബൈറ്റ് നമ്മൾ DPL എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, അല്ലേ? ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു ഹോൾഡ് എ 16-bit അഡ്രസ്. ഇറ്റ് മേ ബി മാനിപ്പുലേറ്റഡ് ആസ് 16-bit ഡാറ്റ രജിസ്റ്റർ ഓർ 2 independent 8-bit registers. The DPTR does not have any single internal address. DPH is 83H and DPL is 82H, have separate internal addresses. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡാറ്റ പോയിൻ്റർ 16-bit രജിസ്റ്റർ ആണ്, അതിന് 2 8-bit രജിസ്റ്റേഴ്സ് ആയിട്ട് മാറ്റാം, DPH എന്നും DPL എന്നും. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? DPTRൻ്റെ കേസിൽ അതിന് നമുക്ക് ഒരു 16-bit അഡ്രസ്സൊക്കെ ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഡാറ്റ പോയിൻ്റർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡാറ്റ പോയിൻ്ററിൽ DPHനും DPLനും രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്രസ്സാണ്. DPHൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 83Hഉം DPLൻ്റെ അഡ്രസ്സ് 82Hഉമാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് നമുക്ക് ഡാറ്റ പോയിൻ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി സപ്പോസ് നമുക്ക് പറയാനുള്ളത് ഒരു ടൈപ്പ് രജിസ്റ്ററും കൂടിയാണ്, അതാണ് പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ PC. അപ്പോൾ PC എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ 16-bit രജിസ്റ്ററാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഇൻസ്ട്രക്ഷൻ പഠിക്കും, എന്നാലും നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. 8051 has 16-bit program counter. It is used to hold the address of memory location from which the next instruction is to be fetched. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കൊരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ FE എന്നുള്ള ലൊക്കേഷനിലാണ് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും?
നിയർ ബൈ ഉള്ള നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഒന്നുമില്ല, അവിടെ പറയുന്ന പോയിൻ്റ് ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദി അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഫ്രം വിച്ച് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. അടുത്ത് നടക്കാൻ പോകുന്നൊരു ഇൻസ്ട്രക്ഷനിലേക്ക് മെമ്മറിയെ പോയിൻ്റ് ചെയ്യാനാണ് പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ടെക്നിക്കൽ വേർഡ് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് മീനിങ് മനസ്സിലാവില്ല. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോഗ്രാം കൗണ്ടർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ രജിസ്റ്റേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. എന്താണ് രജിസ്റ്റർ എന്ന്, അല്ലേ, ഏതൊക്കെ ടൈപ്പ് രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 8 ബിറ്റ് രജിസ്റ്ററും 16 ബിറ്റ് രജിസ്റ്ററും എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു സ്പെഷ്യൽ രജിസ്റ്ററാണ്. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലാഗ് രജിസ്റ്റർ. ദ ഫ്ലാഗ് രജിസ്റ്റർ ഈസ് ഓൾസോ കോൾഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്നും നമ്മൾ എന്തിനു പറയാറുണ്ട്? ഫ്ലാഗ് രജിസ്റ്ററിനെ പറയാറുണ്ട്. അപ്പോൾ ഫ്ലാഗ് രജിസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രജിസ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് പ്രോബ്ലംസ് ഫ്ലാഗ് രജിസ്റ്ററിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള 8051 രജിസ്റ്റർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു സ്പെഷ്യൽ രജിസ്റ്ററും കൂടി പഠിക്കാനുണ്ട്. അതെന്താണ്? ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ പർപ്പസ്, ആ വേർഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഒരു അരിതമെറ്റിക് ഓപ്പറേഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുകയാണ്. ഈ ലോജിക്കൽ ഓപ്പറേഷൻ്റെയൊക്കെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ എന്താണ് ഈ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാഗ് രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് രജിസ്റ്റർ. അപ്പോൾ എത്ര ബിറ്റാണ്? B0 തൊട്ട് B7 വരെ 8 ബിറ്റ് രജിസ്റ്ററാണ് ബേസിക്കലി എന്ത്? ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ നിങ്ങളിതിലെ ഓരോ വേർഡുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ദ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ഈസ് ആൻ 8 ബിറ്റ് രജിസ്റ്റർ, ഓൾസോ കോൾഡ് ഫ്ലാഗ് രജിസ്റ്റർ. ഇറ്റ് ഈസ് 8 ബിറ്റ് വൈഡ് ബട്ട് ഓൺലി 6 ബിറ്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം എത്ര ബിറ്റാണ്? 8 ബിറ്റ് വൈഡാണ്. പക്ഷേ ഇതിൽ എത്രയും നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ? 6 ബിറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് 8 ബിറ്റിൽ B1 എന്നുള്ള ബിറ്റും B5 എന്നുള്ള ബിറ്റും കറൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ജനറൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആകെ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ബിറ്റുകളാണ്? 6 ബിറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. B0യും B2യും B3യും B4യും B6ഉം B7ഉം ഇങ്ങനെ 6 ബിറ്റുകളെ നമ്മൾ കറൻ്റ്ലി എന്ത് ചെയ്യുന്നുള്ളൂ? യൂസ് ചെയ്യുന്നുള്ളൂ. സോ ദ 2 അൺയൂസ്ഡ് ബിറ്റ്സ് ആർ യൂസർ ഡിഫൈൻഡ് ഫ്ലാഗ്സ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, B1ഉം B5ഉം. 4 ഓഫ് ദി ഫ്ലാഗ്സ് ആർ കോൾഡ് കണ്ടീഷണൽ ഫ്ലാഗ്, വിച്ച് മീൻസ് that they indicate a condition which results after instruction is executed. These are CY, AC, P and OV. അപ്പം ഈ 6 അഡീഷണൽ ലൊക്കേഷൻസ് പറഞ്ഞു. ഇതിൽ 4 നമ്മൾ കണ്ടീഷണൽ ഫ്ലാഗ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് കണ്ടീഷണൽ ഫ്ലാഗ് നോക്കുകയാണെങ്കിൽ B0 എന്നുള്ളത് കണ്ടീഷണൽ ഫ്ലാഗാണ്. എന്താണെന്ന് നമുക്ക് പറയാം. P എന്ന് പറഞ്ഞാൽ പാരിറ്റി, B2 എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫ്ലാഗാണ്, OV എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ, AC എന്ന് പറഞ്ഞ കണ്ടീഷണൽ ഫ്ലാഗാണ്, AC എന്ന് പറഞ്ഞാൽ ഓക്സിലറി ക്യാരി, CY എന്ന് പറഞ്ഞാലും ഒരു കണ്ടീഷണൽ ഫ്ലാഗാണ്, CY എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരി. അപ്പോൾ നിങ്ങൾ നോക്ക്, CY എന്ന് പറഞ്ഞാൽ ക്യാരി, AC എന്ന് പറഞ്ഞാൽ ഓക്സിലറി ക്യാരി, P എന്ന് പറഞ്ഞാൽ പാരിറ്റി, OV എന്ന് പറഞ്ഞാൽ എന്താ? ഓവർഫ്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ദ ബിറ്റ്സ് RS0 and RS1 are used to change the bank registers. The following figure shows the program status word. അപ്പോൾ ഈ RS1ഉം RS0 നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഒരു 8 ബിറ്റ് രജിസ്റ്ററാണ് നമ്മൾ ഫ്ലാഗ് രജിസ്റ്റർ. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനാണ് ഒരു ഓപ്പറേഷൻ്റെ ഫ്ലാഗ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. 4 കണ്ടീഷണൽ ഫ്ലാഗും 2 അൺയൂസ്ഡ് ഫ്ലാഗും അല്ലേ, 2 രജിസ്റ്റർ ബാങ്കുകളാണ് ഇതിലുള്ളത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ P എന്ന് പറയുന്നത് പാരിറ്റി ഫ്ലാഗ്, OV എന്ന് പറയുന്നത് ഓവർഫ്ലോ ഫ്ലാഗ്, RS1ഉം RS0യും എന്താണ്? ജനറൽ പർപ്പസ് സ്റ്റാറ്റസ് ഫ്ലാഗ്. F0 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. AC എന്ന് പറഞ്ഞാൽ ഓക്സിലറി ക്യാരി, CY എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരി. ഇങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഇരിക്കുന്നത് ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ. അപ്പോൾ നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ CY എന്ന് പറയുന്നത് ബേസിക്കലി ക്യാരി ഫ്ലാഗാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ? യെസ്. സോ ദിസ് ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ് whenever there is a carry out from the D7 bit. It is affected after an 8 bit addition or subtraction operation. അപ്പോൾ എന്താണ്? ക്യാരി എന്നുള്ളത് ഒന്നെങ്കിൽ 1 ആവാം അല്ലെങ്കിൽ 0 ആവാം. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് 2 നമ്പർ ഒരു ലാർജർ റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ക്യാരി ജനറേറ്റ് ചെയ്യും, അല്ല എങ്കിൽ ക്യാരി ജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് FFഉം 011 ആഡ് ചെയ്യുന്നത്, FFഉം 011. നമുക്കിത് ആഡ് ചെയ്യാൻ ഓൾറെഡി അറിയാം. F+1 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 എന്ന് പറഞ്ഞാൽ 1 × 16 + 0 ആണ്. അപ്പോൾ F+1 ആഡ് ചെയ്ത് നമുക്ക് 0 കിട്ടും വിത്ത് ക്യാരി 1. F+1 നമ്മൾ ആഡ് ചെയ്താൽ 0 കിട്ടും വിത്ത് ക്യാരി 1. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞാനിപ്പോൾ ഈ FF എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് അല്ലേ, 1111 1111 അല്ലേ.
001 എന്ന് പറഞ്ഞാലോ 00000001 ആണ്. അപ്പോൾ ആക്ച്വലി നമ്മളിത് 2 8 ബിറ്റ് ആഡ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയ റിസൾട്ട് എത്ര ബിറ്റാണ്? ഒരു 9 ബിറ്റ് റിസൾട്ട് കിട്ടി. ഇതിൻ്റെ മീനിങ് എന്താ? ഇത് ഒരു ക്യാരി ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ക്യാരി ഫ്ലാഗ് 1 ആയിരിക്കും, അല്ലാത്ത കണ്ടീഷനിൽ ക്യാരി ഫ്ലാഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കാം. രണ്ടാമത്തെയാണ് ഓക്സിലറി ക്യാരി, AC അല്ലേ. സോ if there is a carry from D3 to D4 during an add or subtraction operation, the AC bit is set. Otherwise, it is cleared. It is used for the instruction to perform binary coded decimal arithmetic. അപ്പോൾ ഒരു BCD addition ൻ്റെ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഓക്സിലറി ക്യാരി യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നൊരു റിസൾട്ട് 11110001 പ്ലസ് 11111111 ഇതാണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ എപ്പോഴും ഓക്സിലറി ക്യാരി ചെക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഇഫ് ദർ ഈസ് എനി ക്യാരി ഫ്രം D3 to D4. അപ്പോൾ നമ്മൾ ഈ ഒരു ബിറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ ബേസിക്കലി പറയാം, ഇത് D0, ഇത് D3 അല്ലേ, ഇത് D4, ഇത് D7, അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ 1 + 1 0 വിത്ത് ക്യാരി 1, 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 1 + 1 + 1 1 വിത്ത് ക്യാരി 1, 1 വിത്ത് ക്യാരി 1, 1 വിത്ത് ക്യാരി 1, 1 വിത്ത് ക്യാരി 1 0. അപ്പോൾ ഇങ്ങനത്തെ റിസൾട്ട് എനിക്ക് കിട്ടാം. അപ്പോൾ എന്താ ബേസിക്കലി പറയുന്നത്? ഇഫ് ദർ ഈസ് എനി ക്യാരി ഫ്രം D3 to D4, D3യിൽ നിന്ന് D4ലേക്ക് ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ D3ത്തെ ക്യാരി നമ്മൾ D4ൻ്റെ കൂടെ ആഡ് ചെയ്തു അല്ലേ. ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? ഓക്സിലറി ക്യാരി സെറ്റാണെന്ന് പറയാം. അപ്പോൾ നമുക്കിത് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ BCD ഓപ്പറേഷനാണ് നമ്മൾ ബേസിക്കലി എന്ത് യൂസ് ചെയ്യുന്നത്? ഓക്സിലറി ക്യാരി ഫ്ലാഗുകൾ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെയാണ് P ഫ്ലാഗ്. P എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് നമുക്കറിയാം. P എന്ന് പറഞ്ഞാൽ പാരിറ്റി ആണ് അല്ലേ. പാരിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ദ പാരിറ്റി ഫ്ലാഗ് റെപ്രസെൻറ്റ് ദി നമ്പർ ഓഫ് വൺസ് ഇൻ ദി അക്യുമുലേറ്റർ രജിസ്റ്റർ ഓൺലി ഇഫ് എ രജിസ്റ്റർ കണ്ടെയ്ൻ ഓഡ് നമ്പർ ഓഫ് 1 then P = 1 and for even number of 1 P = 0. അപ്പോൾ ഒന്നുമില്ല, നമുക്കിപ്പോൾ ഫൈനലി നമ്മൾ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്ത വാല്യൂ 10101011 ആണെന്ന് വെച്ചോ. ഇതിൽ നമ്മൾ 1നെ കൗണ്ട് ചെയ്യും. 1നെ കൗണ്ട് ചെയ്ത് എത്രയാണ്? 1 2 3 4 5. ഇത് ഏത് പാരിറ്റിയാണ്? ഓഡ് പാരിറ്റി. അപ്പോൾ ഓഡ് പാരിറ്റിയാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് എങ്കിൽ എന്തായിരിക്കും? Pൻ്റെ വാല്യൂ 1 ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പോൾ Pൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ത് പാരിറ്റിയാണ്? ഈവൻ പാരിറ്റി. അപ്പോൾ നിങ്ങളൊന്നുമില്ല, ഇപ്പോൾ 3 ഫ്ലാഗുകളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മളിപ്പോൾ 2 റിസൾട്ടിൻ്റെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു അഡീഷണൽ ബിറ്റ് വരികയാണെങ്കിൽ ക്യാരി പ്രസൻ്റ് ആണ്. നമ്മൾ ആഡ് ചെയ്ത റിസൾട്ടിൽ D3ക്കും D4നും ഇൻ ബിറ്റ്വീനായിട്ട് ക്യാരി വരികയാണെങ്കിൽ ഓക്സിലറി ക്യാരീൻ്റെ വാല്യൂ 1 ആണ്, അതർവൈസ് 0 ആണ്. ഓഡ് പാരിറ്റി ആണെങ്കിൽ Pൻ്റെ വാല്യൂ 1 ആണ്, ഈവൻ പാരിറ്റി ആണെങ്കിൽ Pൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ലാസ്റ്റ് ഫ്ലാഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. OV അല്ലെങ്കിൽ ഓവർഫ്ലോ. ദിസ് ഫ്ലാഗ് ഈസ് സെറ്റ് വെൻ ദ റിസൾട്ട് ഓഫ് എ സൈൻഡ് നമ്പർ operation is too large, causing the higher order bit to overflow in the sign bit. It is used only to detect errors in signed arithmetic operation. അപ്പോൾ ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ 2 പോസിറ്റീവ് നമ്പറിനെ ആഡ് ചെയ്തെന്ന് വെച്ചോ. സപ്പോസ് 2 പോസിറ്റീവിനെ ആഡ് ചെയ്തപ്പോൾ ഒരു പോസിറ്റീവ് തന്നെ നമുക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ റിസൾട്ട് കറക്റ്റാണ്. ഇവിടെ ഓവർഫ്ലോ ഇല്ല, ഓവർഫ്ലോൻ്റെ വാല്യൂ എന്താ? 0. സെയിം വേ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്, നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 2 പോസിറ്റീവിനെ ആഡ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയ റിസൾട്ട് ഒരു നെഗറ്റീവാണെന്ന് അസ്യൂം ചെയ്യാം. 2 പോസിറ്റീവ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് നെഗറ്റീവ് ഒരിക്കലും കിട്ടില്ല. 2 പോസിറ്റീവ് ആഡ് ചെയ്ത് എപ്പോഴും എനിക്ക് കിട്ടുന്നത് എന്താ? പോസിറ്റീവാണ്. അപ്പോൾ 2 പോസിറ്റീവ് ആഡ് ചെയ്തപ്പോൾ എനിക്കൊരു നെഗറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓവർഫ്ലോ പ്രസൻ്റ് ആയി എന്ന് അർത്ഥം. സെയിം വേ ഞാനിപ്പോൾ ഒരു പോസിറ്റീവ് കൂടി പറയുകയാണ്. ഞാൻ 2 നെഗറ്റീവിനെ ആഡ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടിയതൊരു പോസിറ്റീവാണെന്ന് വെച്ചോ. 2 നെഗറ്റീവ് ആഡ് ചെയ്ത് ഒരിക്കലും പോസിറ്റീവ് കിട്ടില്ല, നെഗറ്റീവേ കിട്ടുള്ളൂ. 2 നെഗറ്റീവിനെ ആഡ് ചെയ്തൊരു പോസിറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഓവർഫ്ലോ എന്താണ്? പ്രസൻ്റ് ആണെന്നർത്ഥം. ഇതുപോലെ 2 നെഗറ്റീവിനെ ആഡ് ചെയ്തൊരു നെഗറ്റീവ് തന്നെ കിട്ടിയാലോ ഇവിടെ ഓവർഫ്ലോ ഇല്ല, ഓവർഫ്ലോൻ്റെ വാല്യൂ എന്താ? 0. അപ്പോൾ എന്താണ് ഓവർഫ്ലോ? ഇതുപോലത്തെ ഒരു സിമിലർ അല്ലാത്തൊരു സിറ്റുവേഷൻ ഒക്കർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? ഓവർഫ്ലോ കിട്ടുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമുക്ക് ഓൾറെഡി പറഞ്ഞു ഫ്ലാഗ് രജിസ്റ്ററിൽ 2 അഡീഷണൽ ബിറ്റും കൂടി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്താണ്? RS1, എന്താണ് RS0. അപ്പോൾ RS1ഉം RS0യും പറയുകയാണെങ്കിൽ ബേസിക്കലി ഇതിനെ നമ്മൾ രജിസ്റ്റർ ബാങ്കുകൾ എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ 8051 R0 തൊട്ട് R7 വരെയുള്ള രജിസ്റ്റർ ബാങ്കുകളുണ്ട് അല്ലേ. നമ്മൾ 8 ബിറ്റ് രജിസ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ.
അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഈ രജിസ്റ്റർ ഉണ്ടാവുന്നത് ബാങ്ക് 0-ലായിരിക്കും. ബാങ്ക് 0 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ശരിക്കും 4 ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ എനിക്ക് രജിസ്റ്റർ ബാങ്കുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ ഞാൻ നോർമലി എൻ്റെ ഒരു റൂമിൽ 4 വ്യത്യസ്ത അലമാരകൾ യൂസ് ചെയ്തു. ഡീഫോൾട്ടായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അലമാര ഉണ്ട്. ആ അലമാര ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക, രണ്ടാമത്തെ അലമാര യൂസ് ചെയ്യും. രണ്ടാമത്തെ അലമാരയും ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ അലമാര യൂസ് ചെയ്യും. അപ്പോൾ വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഒരു 8051-ൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് പറഞ്ഞ 8 രജിസ്റ്ററിന് 4 ഡിഫറെൻറ്റ് രജിസ്റ്റർ ബാങ്കുകളായിട്ടാണ് നമുക്കിരിക്കുന്നത്. അതായത് 4 രജിസ്റ്റർ ബാങ്കുകളിലും നമുക്ക് 8-ബിറ്റ് രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ബാങ്ക് 0-ലെ ഈ 8 ലൊക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് 1 യൂസ് ചെയ്യാം, ബാങ്ക് 2 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ബാങ്ക് 3 യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ലൊക്കേഷൻസിലൊക്കെ നമുക്ക് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 4 രജിസ്റ്റർ ബാങ്കിനെ സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഈ രജിസ്റ്റർ RS1ഉം RS0ഉം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 രജിസ്റ്ററിന് വാല്യൂ 0 ആണെങ്കിൽ ഡീഫോൾട്ടായിട്ട് രജിസ്റ്റർ ബാങ്ക് 0 സെലക്ട് ആവും. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ രജിസ്റ്റർ ബാങ്ക് 0-ലായിരിക്കും നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. 0-1 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് 1 സെലക്ട് ആവും. 10 ആണെങ്കിൽ ബാങ്ക് 2 സെലക്ട് ആവും. 11 ആണെങ്കിൽ ബാങ്ക് 3 സെലക്ട് ആവും. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ രജിസ്റ്റർ ബാങ്ക് 0, രജിസ്റ്റർ ബാങ്ക് 1, 2, 3 എന്നാണ് പറയുന്നത്. 00 ആണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ഒന്ന് നോക്കി വയ്ക്കുക നിങ്ങൾ. ഇതിൻ്റെ അഡ്രസ്സ് പറയുന്നത് 00H207H ആണ്. 08 മുതൽ 0FH വരെയാണ് ഒന്നാമത്തെ രജിസ്റ്റർ ബാങ്ക്. രണ്ടാമത്തെ രജിസ്റ്റർ ബാങ്ക് 10-17 ആണ്. 18-1F ആണ് അടുത്ത രജിസ്റ്റർ ബാങ്കിൻ്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സ് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് പറഞ്ഞില്ലേ, ഒരു ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ കംപ്ലീറ്റ് പാർട്ട് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കൊന്ന് പറയാൻ പറ്റുമോ ഓരോ ഫ്ലാഗായിട്ട്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ക്യാരി അല്ലേ, എന്തായിരുന്നു ക്യാരി നമുക്കറിയാം അല്ലേ, ക്യാരി എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. രണ്ടാമത്തെ എന്തായിരുന്നു, രണ്ടാമത്തെ ബേസിക്കലി ഓക്സിലറി ക്യാരി, BCD അഡീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. F0 നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നില്ല. RS1ഉം RS0ൻ്റെ വാല്യൂ അനുസരിച്ച് 4 വ്യത്യസ്ത രജിസ്റ്റർ ബാങ്കുകൾ സെലക്ട് ചെയ്യാം. OV എന്ന് പറഞ്ഞ ഓവർഫ്ലോ, P എന്ന് പറഞ്ഞാൽ എന്താ, പാരിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മുടെ ഫ്ലാഗ് രജിസ്റ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ 2 ബേസിക് എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ എക്സാമ്പിളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ഫൈൻഡ് ദി സ്റ്റാറ്റസ് ഓഫ് ഈച്ച് ഫ്ലാഗ് ഇൻ എ ഫ്ലാഗ് രജിസ്റ്റർ വൈൽ പെർഫോമിംഗ് ദി ഓപ്പറേഷൻ 53+20. നമ്മൾ 53+25 ഹെക്സാഡെസിമലിന് ആഡ് ചെയ്യാണ്. ഈ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബേസിക് ഓപ്പറേഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും സ്റ്റാറ്റസ് എന്താണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ്, 53 എന്നുള്ളൊരു ഹെക്സാഡെസിമൽ നമ്പറും, ഏതൊക്കെയാണ് 53 എന്നുള്ളൊരു ഹെക്സാഡെസിമൽ നമ്പറും, അതുപോലെ 25 എന്നുള്ളൊരു ഹെക്സാഡെസിമൽ നമ്പറും എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 53 നമുക്ക് എഴുതാം 0101 5. 3 എങ്ങനെ എഴുതാം 0011 പ്ലസ് 25 എങ്ങനെ എഴുതാം 0010 0101. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്ന ഈ നമ്പർ ഏതാണ്, ഈ എഴുതിയിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ദിസ് ഇസ് 53, ഇതെന്താണ് 25. അപ്പോൾ ഞാനിതിനെ ആഡ് ചെയ്യുമ്പോൾ, നമ്മളെപ്പോഴും ആഡ് ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ബിറ്റ് ഞാൻ മേലെ ജസ്റ്റ് മാർക്ക് ചെയ്യുക, D0, D1, D2, D3, D4, D5, D6 ആൻഡ് D7. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാണ്, ശ്രദ്ധിക്കണേ. 1+1 0 വിത്ത് ക്യാരി 1, 1+1 0 വിത്ത് ക്യാരി 1, 1+1 0 വിത്ത് ക്യാരി 1, 1+0 +0 1, 1+0 1, 0+1 1, 1+0 1, 0+0 0 അല്ലേ. ഇപ്പം നമുക്ക് കിട്ടിയ റിസൾട്ട് അല്ലേ. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഓരോ ഫ്ലാഗിൻ്റെയും പൊസിഷൻ ചെക്ക് ചെയ്യണം അല്ലേ. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ദി സ്റ്റാറ്റസ് ഓഫ് ക്യാരി ഫ്ലാഗ്. ക്യാരി നമുക്ക് ചെക്ക് ചെയ്യണം. ക്യാരി എന്താണ് നിങ്ങൾ നോക്കുക, നമ്മളിപ്പോൾ 2 8-ബിറ്റ് നമ്പറാണ് ആഡ് ചെയ്ത്, നമുക്ക് കിട്ടിയതും എന്ത് ബിറ്റാണ്, ഒരു 8-ബിറ്റ് റിസൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്, ഇവിടെ ക്യാരി ജനറേറ്റ് ചെയ്യുന്നില്ല, ക്യാരീൻ്റെ വാല്യൂ എത്രയാണ് 0. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഓക്സിലറി ക്യാരിയാണ്, AC. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇഫ് ദർ ഈസ് എനി ക്യാരി ബിറ്റ്വീൻ D3 ആൻഡ് D4. അപ്പോൾ നിങ്ങൾ നോക്ക്, D3യിൽ എനിക്ക് റിസൾട്ട് കിട്ടി 1,
ഈ D3ൻ്റെ സ്റ്റേജിൽ ക്യാരി ജനറേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ D3യിൽ ജനറേറ്റ് ചെയ്ത ക്യാരി നമ്മൾ D4ൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഓക്സിലറി ക്യാരി ജനറേറ്റ് ചെയ്തില്ല. ഓക്സിലറി ക്യാരിൻ്റെ വാല്യൂ എന്താ? 0. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൂന്നാമത്തെ. അപ്പോൾ നമ്മൾ CY പറഞ്ഞു, AC പറഞ്ഞു, OV നമുക്ക് പറയാം. P നോക്കാം, പാരിറ്റി. എന്താണ് പാരിറ്റീൻ്റെ കണ്ടീഷൻ? പാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര 1 ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. എത്ര 1 നമുക്ക് റിസൾട്ട് കിട്ടി നമുക്ക് കൗണ്ട് ചെയ്താൽ 1 2 3 4 4 1കളുണ്ട്. P = 4 ആണ്. അല്ലെങ്കിൽ ഏത് പാരിറ്റിയാണ്? ഈവൻ പാരിറ്റിയാണ്. അപ്പോൾ ഈവൻ പാരിറ്റി ആയതുകൊണ്ട് Pൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കാം? 0. ഓഡ് പാരിറ്റി ആണെങ്കിൽ 1, ഈവൻ പാരിറ്റി ആണെങ്കിൽ 0. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്? OV, ഓവർഫ്ലോ ഉണ്ടോയെന്നല്ലേ. അപ്പോൾ നിങ്ങൾ ഓവർഫ്ലോൻ്റെ കേസ് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ എക്സാക്ട്ലി ഞാൻ 0 എന്നുള്ള നമ്പറിനെ പോസിറ്റീവായിട്ടും, നമ്മൾ 2's കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്, 0 എന്നുള്ള നമ്പറിനെ പോസിറ്റീവായിട്ടും 1 എന്നുള്ള നമ്പറിനെ നെഗറ്റീവായിട്ടുമാണ് നമ്മൾ എപ്പോഴും ഓവർഫ്ലോ കണ്ടീഷനിൽ ചെക്ക് ചെയ്യുക. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 0 എന്നുള്ളത് പോസിറ്റീവും 1 എന്നുള്ളത് നെഗറ്റീവായിട്ട് ഞാൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിവിടെ നോക്കുക, ഇതിൻ്റെ MSP നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് 2 പോസിറ്റീവ് നമ്പറിനെയാണ്, 2 0നെയാണ്. എനിക്ക് കിട്ടുന്ന റിസൾട്ടും എന്താണ്? ഒരു 0 ആണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? 2 പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തിട്ട് എനിക്ക് എന്തെന്നെ കിട്ടി? ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവർഫ്ലോ ജനറേറ്റ് ചെയ്യുന്നില്ല. ഓവർഫ്ലോൻ്റെ വാല്യൂ എന്താ? 0. അപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ പറയുന്ന ഈ എക്സാമ്പിളിൽ എനിക്കിവിടെ കിട്ടിയ സപ്പോസ് 0ക്ക് പകരം 1 ആയിരുന്നു എന്ന് വെച്ചോ. ഞാൻ 2 പോസിറ്റീവ് ആഡ് ചെയ്തപ്പോൾ എനിക്കൊരു നെഗറ്റീവ് കിട്ടി എന്നാണ് അതിൻ്റെ മീനിങ്. അത് പ്രാക്ടിക്കലി ആ ഒരു കേസ് വരികയാണെങ്കിൽ ഇവിടെ ഓവർഫ്ലോ 1 ആയിരിക്കും. അല്ലാത്ത കേസിൽ ഓവർഫ്ലോ എന്താണ്? 0 ആണ്. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് പറഞ്ഞു നോക്കാം അല്ലേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂ 0, ഓക്സിലറി ക്യാരി ഫ്ലാഗിൻ്റെ വാല്യൂ 0, പാരിറ്റി ഫ്ലാഗിൻ്റെ വാല്യൂ 0, അതുപോലെ OVൻ്റെ വാല്യൂ എന്താ? 0. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. 35 + 25, 35 + DE എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് 35ഉം DE ആഡ് ചെയ്യാം. 35 എന്ന് പറഞ്ഞാൽ എന്താ? 35 0 1 1 സോറി 35 എന്ന് പറഞ്ഞാൽ 0 0 1 1 0 1 0 1 ഇതാണ് 35. DEയോ? DE എന്ന് പറഞ്ഞാൽ 1 1 0 1, E എന്ന് പറഞ്ഞാൽ 1 1 1 0. ഇത് രണ്ടുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഇത് നമ്മൾ ബിറ്റ് മാർക്ക് ചെയ്യാണ്. D0, D1, D2, D3, D4, D5, D6, D7. ഇനി ഞാൻ ആഡ് ചെയ്യാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. 1 + 0 1, 0 + 1 1, 1 + 1 0 വിത്ത് ക്യാരി 1 അല്ലേ. 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 + 1 1 വിത്ത് ക്യാരി 1, 1 + 1 + 0 0 വിത്ത് ക്യാരി 1, 1 + 0 + 1 0 വിത്ത് ക്യാരി 1, 1 + 1 0 വിത്ത് ക്യാരി 1. അപ്പോൾ നിങ്ങൾ നോക്ക്, എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ അഡീഷണലി എനിക്ക് കിട്ടിയ ഈ ക്യാരിയെ ഞാൻ എന്തായിട്ട് മാർക്ക് ചെയ്തു? 1 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പം ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കണേ. എനിക്കിപ്പോൾ കിട്ടിയ റിസൾട്ട്, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഇതാണ് എൻ്റെ റിസൾട്ട് അല്ലേ. അതായത് നമുക്ക് എഴുതാം 1. ഈ 1 എന്നുള്ളത് ക്യാരിയാണ്. 0 0 0 1 നമ്മൾ എഴുതാം അല്ലേ. 1 0 0 0 1 0 0 1 1. ഇതാണ് എനിക്ക് കിട്ടുന്ന റിസൾട്ട്. ഇതിൽ എന്താണ് എക്സാക്ട്ലി ഈ ഒരു നമ്പർ എന്ന് പറയുന്നത്? എന്താണ്? ക്യാരിയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമുക്ക് ഈ കിട്ടിയ റിസൾട്ടിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദി സ്റ്റാറ്റസ് ഓഫ് ക്യാരി ഫ്ലാഗ്? ക്യാരി ഈസ് ജനറേറ്റഡ്. ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ക്യാരീൻ്റെ വാല്യൂ എന്തായിരിക്കും? 1. ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എക്സാക്ട്ലി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഓക്സിലറി ക്യാരി. എന്താണ് ഓക്സിലറി ക്യാരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ഇഫ് ദർ ഈസ് എനി ക്യാരി ബിറ്റ്വീൻ D3 to D4, അല്ലെങ്കിൽ D3യിൽ ജനറേറ്റ് ചെയ്ത ക്യാരി നമ്മൾ D4ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ D3യിൽ ഒരു ക്യാരി ജനറേറ്റ് ചെയ്തു, അത് നമ്മൾ D4ൻ്റെ കൂടെ ആഡ് ചെയ്തും ചെയ്തു അല്ലേ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ ഓക്സിലറി ക്യാരി പ്രസൻ്റ് ആണ്. ഓക്സിലറി ക്യാരീൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്.
ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് പാരിറ്റിയാണ്. പാരിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന കാര്യം, നമ്മൾ 1 കൗണ്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അഡീഷണലി ജനറേറ്റ് ചെയ്ത ഈ ക്യാരിയെ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ പാടില്ല. ക്യാരി എന്നുള്ളത് ക്യാരി ആയിട്ട് തന്നെ കൗണ്ട് ചെയ്യുക. ഈ ഫൈനലി നമുക്ക് കിട്ടിയ ഈ 8 ബിറ്റ് റിസൾട്ടിനെ മാത്രമേ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളെ ഫൈനൽ സൊല്യൂഷൻ എഴുതാൻ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വൺസ് നോക്കുകയാണെങ്കിൽ P = 3 ആണ് എനിക്ക് കിട്ടുന്നത്. 3 1 അല്ലെങ്കിൽ ഏത് പാരിറ്റിയാണ്? ഓഡ് പാരിറ്റിയാണ്. ഓഡ് പാരിറ്റി ആയതുകൊണ്ട് തന്നെ Pൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇവിടെ ക്യാരി ഫ്ലാഗ് 1 ആണ്, ഓക്സിലറി ക്യാരി ഫ്ലാഗ് 1 ആണ്, പാരിറ്റി 1 ആണ്. ഇനി നമുക്കൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യാനുണ്ടല്ലോ. എന്താ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഓവർഫ്ലോ ആണ്. ഓവർഫ്ലോ എങ്ങനെയാണ് നമ്മൾ ഓവർഫ്ലോ ചെക്ക് ചെയ്യുക? അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 പോസിറ്റീവും ആഡ് ചെയ്ത ഒരു പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ നോ ഓവർഫ്ലോ, 2 പോസിറ്റീവ് ആഡ് ചെയ്തൊരു നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ ഓവർഫ്ലോ ഉണ്ട്, 2 നെഗറ്റീവ് ആഡ് ചെയ്തൊരു നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ നോ ഓവർഫ്ലോ, ഒരു നെഗറ്റീവും 2 നെഗറ്റീവ് ആഡ് ചെയ്തൊരു പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ഓവർഫ്ലോ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 0 എന്നുള്ളത് എപ്പോഴും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? നെഗറ്റീവായിട്ട്, പോസിറ്റീവായിട്ട്. 1 എന്നുള്ള എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തത് ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പറും ആണെങ്കിൽ എനിക്ക് കിട്ടിയത് ഏത് നമ്പറാണ്? ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി വരിക? അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ +35 -23 നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് +12 എന്നാണ്. ആക്ച്വലി ഇത് ഏതിൻ്റെ സൈനാണ് വരുന്നത്? ലാർജർ നമ്പറിൻ്റെ സൈനാണ് വരുന്നത്. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് +23 -35 ആണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്നത് -12 എന്നാണ്. ആക്ച്വലി ഈ മൈനസ് ഏതിൻ്റെ സൈനാണ്? ലാർജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഏതിനാണ് വരുന്നത്? അതിൻ്റെ സൈനാണ് ആക്ച്വലി വരിക. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം, നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ഏതൊക്കെ നമ്പറാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്? എക്സാക്ട്ലി ഇതിൻ്റെ MSP നോക്കുക, 0ഉം 1ഉം ആഡ് ചെയ്ത് എനിക്ക് 0 കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ഏതാണ്? നമ്മൾ ആദ്യം എടുത്തത് 35ഉം DE ആണ് നമ്മൾ ആഡ് ചെയ്തത് അല്ലേ? അപ്പോൾ ആക്ച്വലി 35ഉം DE ആഡ് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ ജനറലി ഇവിടെ വരേണ്ടത് ഏതിൻ്റെ സിമ്പലാണ്? ഡീൻ്റെ സിമ്പിൾ വരണം. അതായത് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആഡ് ചെയ്താൽ ഒന്നെങ്കിൽ പോസിറ്റീവ് വരാം അല്ലെങ്കിൽ നെഗറ്റീവ് വരാം. ലാർജർ നമ്പർ ഏതാണ്? അപ്പോൾ ഒരു ലാർജർ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്, DE ആണ് ലാർജർ. പക്ഷെ ലാർജറിൻ്റെ സൈൻ അല്ല ഇവിടെ വന്നിരിക്കുന്നത്, സ്മോളർ നമ്പറിൻ്റെ സിമ്പിൾ അവിടെ വന്നിരിക്കുന്നത് 0. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഈ കേസിൽ നമുക്ക് പറയാം ഓവർഫ്ലോ വിൽ ബി പ്രസൻറ്റ്. ഓവർഫ്ലോ പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ ഓവർഫ്ലോ വിൽ ബി = 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു കണ്ടീഷനിൽ ക്യാരി 1 എന്ന് കിട്ടി, ഓക്സിലറി ക്യാരി 1 എന്ന് കിട്ടി, പാരിറ്റി 1 എന്ന് കിട്ടി, ഓവർഫ്ലോയും 1 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബേസിക്കലി ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ 2 വർക്കുണ്ട്, നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് ഹെക്സാഡെസിമൽ നമ്പറായ FEയും ECയും, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് 39 ഹെക്സാഡെസിമലും A2 എന്നുള്ള ഹെക്സാഡെസിമലും കൂടി ആഡ് ചെയ്യാം. ഈ ആഡ് ചെയ്തിട്ട് ഓരോ ഫ്ലാഗിൻ്റെയും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങളതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഓവർഫ്ലോയും ഓക്സിലറി ക്യാരിയൊക്കെ കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? രജിസ്റ്റർ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ രജിസ്റ്റർ പറഞ്ഞു. 8 ബിറ്റ് രജിസ്റ്റർ എന്താണ്, 16 ബിറ്റ് രജിസ്റ്റർ എന്താണ്, സ്പെഷ്യൽ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന ലോജിക്ക് ഇനി നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ.